ഇത് കർണാടകയിലെ പട്ടടക്കല്ല് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് പകൽക്കോട്ട് ജില്ലയിലുള്ളതാണ്. കൃഷ്ണ നദിയുടെ തീരത്തുള്ള മല്ലപ്രഭ എന്ന് പറയുന്ന കൈവഴിയുടെ ഓരത്തിലാണ് ഈ ഗ്രാമം കാണപ്പെടുന്നത്. ഇതിൻ്റെ പഴക്കം കേൾക്കുമ്പോഴാണ് എത്ര വിചിത്രമാണെന്ന് നമ്മൾക്ക് തോന്നാനിടവരിക. കർണാടകയിൽ ബീജാപ്പൂരിലിരുന്നോ ബെൽഗാമിലിരുന്നോ പകൽക്കോട്ട് ജില്ലയിലേക്ക് പോകാൻ സാധിക്കും. ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ പരിപാലിച്ചു പോരുന്ന ഒരു ബൃഹത്തായ പ്രസ്ഥാനമാണിത്. ഈ ടണ്ണ് കണക്കിന് ഭാരമേറിയ ഈ കല്ല് ഇതേ രീതിയിൽ നിലകൊള്ളാൻ തുടങ്ങിയിട്ട് 1450 വർഷമായി എന്ന് പറയുമ്പോഴാണ് നമ്മൾക്ക് വിശ്വസിക്കാൻ പ്രയാസമേറുക. ചാലൂക്യ രാജാക്കന്മാരുടെ കാലത്ത് ക്രിസ്തുവർഷം 500-നും 800-നും ഇടയിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ കാണുന്ന കല്ലുകൊണ്ടുള്ള ഈ മഹാസൗധം. ഇത് എത്ര വിശാലമായിട്ടാണ് നിലകൊള്ളുന്നതെന്ന് അവിടെ ചെന്ന് ദർശിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബോധ്യമാകുകയുള്ളൂ. നോക്കുക, ഇതെത്ര സ്ഥലമുണ്ട്, ഇതെത്ര പ്രതാപമായിട്ട് എത്രയോ കാലങ്ങൾ കിടന്നിരിക്കുന്നു. നമ്മൾ ഇന്നൊരു കല്ല് കെട്ടുകയാണെങ്കിൽ ഏത് മേസ്ത്രി കെട്ടിയാലും 30 വർഷത്തിനിടയ്ക്ക് അത് ഇടംബലം തള്ളിപ്പോകും. ഈ 21-ാം നൂറ്റാണ്ടിലെ അവസ്ഥ ഇതാണെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ മുതൽ 8-ാം നൂറ്റാണ്ടിനിടയ്ക്ക് പണിതെന്ന് പറയുന്ന ഈ 300 വർഷക്കാലത്തിനിടയിൽ ഇത് എന്ത് ഉപകരണങ്ങൾ കൊണ്ട് ഇതേ രീതിയിൽ കൊത്തിയെടുത്തുന്നു, ഇതിൻ്റെ എൻജിനീയറിംഗ് സംവിധാനം ആര് എങ്ങനെ പഠിച്ചെന്നോ ഊഹിക്കാൻ പോലും കഴിയില്ല. ഇത്രമേൽ വർഷങ്ങൾക്കിടയിൽ ഇവിടെ രാഷ്ട്രകൂടര്, പ്രതികാരര്, ചാലൂക്യര്, ഭോജരാജാവിൻ്റെ എല്ലാം ഭരണകാലത്ത് രാജ്യവിസ്തൃതിക്കായിട്ട് പല അക്രമങ്ങളും എല്ലാം നടത്തിയിരിക്കുന്നു. പക്ഷേ ഈ ക്ഷേത്ര സമുച്ചയം ഇത് ജൈനമതത്തിൻ്റെതും ഹിന്ദു മതത്തിൻ്റെയും ആദർശങ്ങൾ ഇതിനകത്ത് കാണാം. എന്തൊക്കെയോ ഭാഗങ്ങൾ പണി തീരാത്തതോ തല്ലിപ്പൊട്ടിച്ചതോ ആയിട്ടൊക്കെ കാണാം. ഇന്നും ഇന്നത്തെ ഏത് ആയുധങ്ങളും കൊണ്ട് ചെന്നാലും ഇത് തല്ലിപ്പൊളിക്കാൻ സാധിക്കില്ല. ഇതിൻ്റെ മേലെ കയറുക ബുദ്ധിമുട്ട്, കയറിയിരുന്നാൽ ഏത് കല്ലും തല്ലിപ്പൊട്ടിക്കാവുന്ന വിധമുള്ളതല്ല. പല പ്രാവശ്യം ഇത് തല്ലുകയും പൊട്ടിക്കാനും ഒക്കെ ശ്രമിച്ചത് കാണാനും സാധിക്കും. നല്ല സുന്ദരമായ പൂന്തോട്ടമാണ് ഇപ്പോൾ ഇതിൻ്റെ പരിസര പ്രദേശം. പട്ടടക്കല്ലെന്നും പറയും, പട്ടടക്കലെന്നും പറയും. ഇതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ കാർഷികമായിട്ട് നല്ല അഭിവൃദ്ധിയുള്ള ഗ്രാമപ്രദേശം കൂടിയാണ്. ഈ കല്ലുകളിലൊക്കെ നോക്കിയാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. 1000-ൽ കൂടുതൽ വർഷമായിട്ട് ഇതിങ്ങനെ നിലകൊള്ളുന്നത് കൊണ്ട് ദ്രവിച്ച് തീർന്നതായിട്ടും കാണാൻ പറ്റും.
ഇതിൻ്റെ വിശാലമായ മുറ്റത്തുകൂടി നമ്മൾക്ക് ചുറ്റും നടന്ന് നല്ല രീതിയിൽ കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. ഓരോ കല്ലുകളെയും ചേർത്തിരിക്കുന്നതും അതിലെ കൊത്തുപണികൾ, ദേവതകൾ, ഇതൊക്കെ ചുറ്റുമതിലുകളാണ്. ഇതിൻ്റെയൊക്കെ ശില്പകലയെന്ന് പറഞ്ഞാൽ അടുത്ത് ചെന്ന് നമ്മൾ നോക്കിയെങ്കിലേ ബോധ്യമാവുകയുള്ളൂ. ടണ്ണ് കണക്കിന് ഭാരമുള്ള കല്ലുകളാണ്. ചുടുകട്ടയോ അതുപോലെയുള്ള ഒരു നിർമ്മിതികളും ഇതിൽ കാണാനില്ല. ശിവലിംഗ പ്രതിഷ്ഠയുണ്ടായിരുന്നതിൻ്റെ പല ലക്ഷണങ്ങളും ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇപ്പം പൂജാതി കാര്യങ്ങളോ മറ്റൊന്നും തന്നെ ഇതിനകത്ത് കൂടുതലിടത്തും കാണാനില്ല. പ്രധാനമായ ആ കോവിലിനുള്ളിൽ മാത്രമേ പൂജാതി കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. എങ്കിലും നല്ല വൃത്തിയായിട്ട് സംരക്ഷിച്ചു പോരുന്നു. നൂറുകണക്കിന് വർഷം ഇത് മനുഷ്യനൊന്നും അറിയാതെ കാട് പിടിച്ച് മൂടിക്കിടന്നിരുന്ന കാലവും ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നു. ഒരു സിമൻറ്റോ അതുപോലെയുള്ള ഒരു സംവിധാനങ്ങളും ചെയ്യാതെ ഒരു കല്ലിൻ്റെ മുകളിൽ അടുത്ത കല്ല്, അതിൻ്റെ മുകളിൽ അടുത്ത കല്ല്, അങ്ങനെ തന്നെ നിർത്തി വച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ സിമൻറ്റും മറ്റുമൊക്കെ ചേർത്ത് തറയൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങൾ പഴയത് അങ്ങനെ തന്നെ ഇന്നും നിലനിൽക്കുകയാണ്. കർണാടകയിലെ തെൽക്കോട്ട് ജില്ലയാണ്. ബീജാപ്പൂരിലിരുന്ന് അല്ലെ ബാംഗ്ലൂരിലിരുന്ന് നേരിട്ട് അങ്ങോട്ട് പോകാനുള്ള സംവിധാനങ്ങളുണ്ട്. ചുറ്റുവാരങ്ങളെല്ലാം ചോളം, തുമര, പച്ചക്കറികളെല്ലാം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഒരു കല്ലിൻ്റെ മുകളിൽ അടുത്ത കല്ലെടുത്ത് അങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം. 1000-ൽ കൂടുതൽ വർഷമായിട്ട് ഇതങ്ങനെ നിലകൊള്ളുന്നെന്ന് പറഞ്ഞാൽ ഇത് വളരെ അത്ഭുതമായി തന്നെ തോന്നും.